മതപരിവർത്തന നിരോധന നിയമപ്രകാരം ഉത്തർപ്രദേശിൽ ആദ്യമായി ശിക്ഷിക്കപ്പെട്ട മലയാളി ദമ്പതികൾ പാസ്റ്റർ ജോസ് പാപ്പച്ചനും ഷീജയും അവർക്ക് ജാമ്യം ലഭിച്ചുവെന്ന സന്തോഷകരമായ ഒരു വാർത്ത അറിയിക്കുവാനുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം പെർസിക്യൂഷൻ റിലീഫിന്റെ സ്ഥാപകനും ഡയറക്ടറുമായിരിക്കുന്ന ബ്രദർ ഷിബു തോമസ് ഉണ്ട്. ഷിബു തോമസ് നേതൃത്വം നൽകുന്ന പെർസിക്യൂഷൻ റിലീഫാണ് പാസ്റ്റർ ജോസ് പാപ്പച്ചനും സിസ്റ്റർ ഷീജയ്ക്കും വേണ്ടിയുള്ള ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തത്. അദ്ദേഹം തന്നെ നേരിട്ട് ആ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മെ അറിയിക്കുന്നതായിരിക്കും. ബ്രദർ ഷിബു തോമസ്. ഈ വേർഡിക്റ്റ് ദൈവത്താൽ സംഭവിച്ച ഒരു അത്ഭുതമാണ്. ഇത്ര എളുപ്പം ഒരു കേസ് ഫയൽ ചെയ്യുകയും ഹിയറിംഗിൽ വരികയും ബെയിൽ കിട്ടുകയും ഒത്തിരി ഫാസ്റ്റ് പേസില നോർമലി ഇതിങ്ങനെ സംഭവിക്കത്തില്ല. ഞങ്ങള് ലാസ്റ്റ് മൺഡേയിലാണ് ഇത് ഫയൽ ചെയ്തത്. 5-ാം തീയതി സിസ്റ്റർ ഷീജയുടെ കേസ് 73 നമ്പറിലായിരുന്നു. നമ്മൾ ഓർത്തില്ല 5-ാം തീയതി തന്നെ ഇത് ഹിയറിംഗ് വരുമെന്ന്. പക്ഷെ അത്ഭുതമായിട്ട് ഉച്ച കഴിഞ്ഞ് ബെയിൽ കിട്ടിയെന്നുള്ള അറിവ് ഞങ്ങൾ ലഭിച്ചു. പക്ഷെ ബെയിലിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൂടാതെ 6-ാം തീയതി തന്നെ ജോസ് പാപ്പച്ചൻ സാറിന്റെ ബെയിലും അതേ സെയിം കോട്ടി വന്നു. പുള്ളിക്കാരനും ബെയിൽ ലഭിച്ചു. ദൈവത്തിൽ സന്തോഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അതിനു വേണ്ടി വലിയൊരു കോട്ടയായിരുന്നു. അതുമല്ല, ഞങ്ങളുടെ അഡ്വക്കസി ടീം ജൂനിയർ സാബു തൊട്ട് സീനിയർ എല്ലാ അഡ്വക്കേറ്റ്സും ഒത്തിരി ഇതിനു വേണ്ടി പരിശ്രമിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയും പരീക്ഷണവും ഒന്നിച്ചു ചേർന്ന് ദൈവം വലിയൊരു വിജയം തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി കരട്ടുന്നു. ബിക്കോസ് ഞാൻ ഈ ജഡ്ജ്മെന്റിന്റെ ബെനിഫിറ്റ് ആർക്കും കൊടുക്കുന്നില്ല. ദൈവമക്കളുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ ന്യായാധീശായ ദൈവത്തിന്റെ ഇത് പ്രവൃത്തിയുമാണ് ഇത്. ഡെഫിനറ്റ്ലി യേശുവായ അഡ്വക്കേറ്റ് ഈ കേസിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഒരാളുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഏത് ലോയർ അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഈ കേസിൽ നമ്മൾ കൊടുത്തില്ല. നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതിന്റെ കൂട്ടം ഞങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഈ വിജയം വേറെ ആരുടെയും അല്ല, ഇത് സ്വർഗത്തിന്റെ വിജയമാണ്. വേറെ ആർക്കും ഇതിന്റെ ക്രെഡിറ്റോ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ലോയേഴ്സിനോ ഓർഗനൈസേഷനോ ആർക്കും കൊടുക്കാൻ ഒക്കത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമാണ് ഈ വേൾഡ് ആദ്യമായിട്ട് ഇത്രയും ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഒരു കേസിന് വേണ്ടി. അത് വലിയൊരു ഹിസ്റ്ററി മേക്കിംഗ് ഇവന്റാ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും. അപ്പം പ്രാർത്ഥന നമുക്ക് ഇതൊരു എക്സാമ്പിൾ. ദൈവം നമ്മളെ കാണിച്ചതേക്ക് ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ വിടുതൽ ഇമ്മീഡിയറ്റ്ലി ദൈവം ചെയ്യാമെന്ന്. അപ്പം ബെയിൽ ഓർഡർ നമ്മൾ വരുമ്പോൾ ഞാനിപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന സൂപ്പർ നാച്ചുറൽ ബെയിൽ ഓർഡർ ആയിരിക്കും. ബിക്കോസ് ഇതിന്റെ മുമ്പത്തെ ബെയിലും വലിയൊരു വേർഡിക്റ്റ് ആയിരുന്നു ഹൈക്കോർട്ടിൽ നിന്ന്. 8 മാസം ജയിലിൽ കിടന്നു. അവരെ സെഷൻ കോർട്ടിൽ നിന്ന് അവരെ റിജക്ട് ചെയ്തു. ഹൈക്കോർട്ടിൽ കേസ് പോയി. നമ്മൾ ഹൈക്കോർട്ടിൽ നിന്ന് പിന്നെയും ബെയിൽ എടുത്തു. ആ ബെയിലും ഭയങ്കര ഒരു വേർഡിക്റ്റ് ആയിരുന്നു. അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ 8 മാസം അവർക്ക് കിടക്കേണ്ടി വന്നത്? ഹിയറിംഗ് ഇങ്ങനെ പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരുന്നു. വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനെ കേസ് പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരുന്നു. ഹിയറിംഗ് കിട്ടിയില്ല. ഇത് തന്നെ ഒരു അത്ഭുതമാക്കി ഇത്ര എളുപ്പം ഹിയറിംഗ് കിട്ടിയത്. നമ്മൾ ലാസ്റ്റ് മൺഡേയിലാണ് ഫയൽ ചെയ്തത്. വെനസ്ഡേയിൽ ഹിയറിംഗ് വന്നത് തന്നെ ദൈവത്തിന്റെ വലിയൊരു കരുതൽ, അത്ഭുതമാണ്. കോർട്ട് പ്രൊസീഡിങ്സിൽ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. അത് നാച്ചുറൽ ഡേറ്റ് വരുമ്പം അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ കേസിനകത്ത് അവര് 8 മാസത്തോളം ജയിലിൽ കിടന്നു. ആ സമയത്ത് അവരതിനെ എങ്ങനെ നേരിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ളത്? ടു ബി ഓണസ്റ്റ്, ഒത്തിരി നല്ലതായിട്ടല്ല അവര് ഹാൻഡിൽ ചെയ്തത്. ബിക്കോസ് അവര് വല്ലാതെ അങ്ങ് വിഷമിച്ച് അങ്ങ് ഡിപ്രസ്ഡ് ആയി, ബ്രേക്ക് ഡൗൺ ആയി. അതിന്റെ കാരണങ്ങൾ ശാരീരികമായിട്ട് ഒത്തിരി അസുഖങ്ങൾ. ജോസ് പുള്ളി ഇൻ ദ ലേറ്റ് 50s. പക്ഷെ പുള്ളിക്കാരന് ഒത്തിരി അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് പുള്ളി ഫിസിക്കലി ഡൗൺ ആയോണ്ട് ഒരു മനുഷ്യൻ. അതുമല്ല, ആദ്യമായിട്ടുള്ള ഒരു സംഭവമാ, ഇങ്ങനെ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ആദ്യമായിട്ടുള്ള സംഭവമാ. അതുകൊണ്ട് വലിയ നിരാശകളുടെ മധ്യത്തിലായിരുന്നു. ഒത്തിരി ചോദ്യങ്ങളും ഒത്തിരി ക്വസ്റ്റ്യൻസും ഒത്തിരി കൂടുതലുണ്ടായിരുന്നു. അതൊന്നും മാനേജ് ചെയ്യാൻ ഒക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് പുള്ളി എത്തിയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തെ ഒരു അത്ഭുതം തന്നെയാ. പുള്ളി തന്നെയാ ഭയങ്കര സന്തോഷത്തോട് പോയെ. മിനിഞ്ഞാന്നും ജയിലിൽ കണ്ടു. അതിന് മുമ്പത്തെ ദിവസവും ജയിലിൽ കണ്ടപ്പോൾ
ഭയങ്കര സന്തോഷത്തോടെ. അപ്പം ദൈവം ഓരോ ആൾക്കാരെ ബലപ്പെടുത്തും. ഇങ്ങനെ ഒരു പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം നമ്മളെ ആത്മാവിൽ ബലപ്പെടുത്തി അങ്ങോട്ട് വിട്ടത്. അപ്പൊ ഈ പ്രാവശ്യം പോകുമ്പം ദൈവനാമം മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു താല്പര്യത്തില പുള്ളി രണ്ടുപേരും അകത്തോട്ട് പോയത്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് അഗൈൻ പ്രാർത്ഥനയാണ്. പൗലോസ് പറയുന്നില്ലയോ 1 കൊരിന്ത്യയിൽ 2 കൊരിന്ത്യർ 1 അധ്യായത്തിൽ പറയുന്നു, ഇന്നലെയും ദൈവം വിടുവിച്ചു, ഇന്നും ദൈവം വിടുവിക്കും, നാളെയും വിടുവിൽ ദൈവം വിടുവിക്കും. അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളാൽ നിങ്ങൾ നനച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിടുതൽ സംഭവിച്ചു. അപ്പം ബോൾഡ്നെസ് വരാനും പൗലോസ് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ബോൾഡ്നെസ്സും കറേജും ഈ ജോയും എല്ലാം കിട്ടിയത് സ്വർഗത്തിൽ നിന്ന് ഈ പ്രാർത്ഥന മുഖാന്തരം വേറെ ഒരു റീസൺ ഇല്ല. ഈ ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ ചിലപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് ഈ കേസ് എന്താ സംഭവിച്ചത് ശരിക്കും ഒന്ന് വിശദമാക്കാവും. ആക്ച്വലി 24 ജാനുവരി 2023 ഈ ആന്റി കൺവേർഷൻ ലോ 3/5 ഈ കേസ് ആന്റി കൺവേർഷൻ ലോയിൽ ആദ്യമായിട്ട് ഇവരെ 24 ബുക്ക് ചെയ്തത്. അതേ സെയിം ദിവസം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് സെഷൻ കോർട്ടിൽ നിന്ന് മാർച്ച് 3 റിജക്റ്റ് ആയി. അതിന് മുമ്പായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അതിലേക്ക് നയിച്ച പരാതി എന്തുവാ, കേസ് എന്തുവാ, സംഭവം എന്തുവാ? കേസ് ഒന്നുമില്ല. അവർ വേദോസ്തം കൊടുത്തു. വേദോസ്തത്തെ പറ്റി ആൾക്കാരെ പഠിപ്പിച്ചു, പിള്ളേരെ പഠിപ്പിച്ചു. അവർ പറഞ്ഞു കള്ളു കുടിക്കല്ല്, വരക്കൊണ്ടാക്കല്ല്, ആരാധനകൾ വീടുകളിൽ പോയി ആരാധനകൾ നടത്തി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റി അവരുടെ മേൽ കുറ്റം ചുമത്തിട്ടുണ്ട്. ബേസിക്കലി ബൈബിൾ ക്യാരി ചെയ്യുന്നു, ബൈബിളിൽ നിന്ന് പഠിപ്പിക്കുന്നു. സത്യത്തിൽ അവരാരെയും സ്നാനപ്പെടുത്തുകയോ മതമാറ്റമോ ഒന്നും ചെയ്തില്ല. പക്ഷെ അതാണ് അവർക്കെതിരെയുള്ള ആരോപണം. അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളത്, അല്ലാതെ അവർ മതം മാറ്റി എന്നുള്ളതിന് തെളിവില്ല, സ്നാനപ്പെടുത്തിയതിന് തെളിവില്ല, അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിലുള്ള ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ ഇത് ചെയ്തു. പക്ഷെ കോർട്ട് അതിൻ്റെ അകത്ത് അവരെ അക്യൂറ്റ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ ഒരു ഹെൻസ് ഇതായിട്ട് പ്രൂവ് ആയിട്ടില്ല. ആ നിയമം ഇവർക്ക് ബാധകമല്ല. അല്ല അതിൽ നിന്ന് അവരെ വിട്ടയച്ചു. സെഷൻ കോർട്ടിൽ തന്നെ ഈ ഹൈക്കോടതി ഓർഡറിനകത്ത് അവരെ വിട്ടയച്ചു. അപ്പം ഈ കേസ് ഇവര് മതപരിവർത്തനത്തിന് ശ്രമിച്ചു, വേദോസ്തവം കൊണ്ടുനടന്നു, വേദോസ്തവം കൊടുത്തു, പ്രചരിപ്പിച്ചു, ഇതൊക്കെയാണ് കേസായിട്ട്. സത്യത്തിൽ അതെല്ലാം ഈ നമ്മളുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു റൈറ്റിന്റെ ഭാഗമല്ലേ? പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പ്രീച്ച് ചെയ്യാനും കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് മുഴുവൻ ഫ്രീഡം തരുന്നുണ്ട്. പക്ഷെ ആ ഫ്രീഡം എത്രമാത്രം നമുക്ക് അപ്ലിക്കബിൾ ആണെന്ന് ആണ് ഇപ്പം വലിയ ക്വസ്റ്റ്യന്. പക്ഷെ നമുക്ക് മുഴുവനും സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മതം ജബർദസ്തി ആരോടും അല്ലെങ്കിൽ നിർബന്ധത്താൽ ആരോടും ഒരു ഫേവർ കൊടുത്ത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകുമെന്ന് പറഞ്ഞ ഒരു പക്ഷം വെക്കാതെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ആരെയും അല്ലെങ്കിലും അടിച്ച് ദൈവരാജ്യത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പ്രാവശ്യം സുവിശേഷം പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്താൽ ഓക്കെ, ഡിനൈ ചെയ്താൽ മൂവ് ഓൺ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ മതപരിവർത്തനം നടത്തി അല്ലെങ്കിൽ ഒരു സ്നാനം നടന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു കുറച്ചും കൂടെ ഒരു പ്രാധാന്യമുണ്ട്. ഇതൊന്നുമില്ലാതെ ഈ ബൈബിൾ കൊണ്ട് നടന്നു, അല്ലെങ്കിൽ അത് പ്രസംഗിച്ചു, അല്ലെ അത് പരിചയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞൊരു കേസ്. അതുമല്ല, ഒരു വേദോസ്തം വീട്ടിൽ ഇപ്പൊ സഭാരാധന നടക്കുക, 10 വേദോസ്തം വീട്ടിൽ കിട്ടി, അല്ലെങ്കിൽ ട്രാക്ട് കിട്ടി, അതും ഒരു പ്രൂഫായിട്ട് യൂസ് ചെയ്ത് ദൈവജനങ്ങളുടെ സ്വന്തം വീട്ടിലല്ല, ഒരു ഹൗസ് ചർച്ചിൽ ഒരു വേദോസ്തം 10 വേദോസ്തം കിട്ടി, അല്ലെങ്കിൽ ഒരു പാഠപുസ്തകം കിട്ടി, അതെല്ലാം എടുത്തോണ്ട് ഇത് പ്രൂഫ് ചെയ്യും, ഓ വേദോസ്തം കിട്ടി, അപ്പം മതപരിവർത്തനം വേണ്ടി ആ വേദോസ്തം കൊണ്ടുവന്നു. വളരെ നിരാശാജനകമായ ഒരു സാഹചര്യം. ഓക്കെ, ഇതുപോലുള്ള സമാനമായ നിരവധി കേസുകൾ സാറ് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഈ പ്രോസിക്യൂഷൻ റിലീഫ് പല കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ മറ്റൊന്നാണ് തിരുവല്ല സ്വദേശിയായിട്ടുള്ള ജോസ് പുല്ലുവേൽ. അവരുടെ കേസിന്റെ സ്ഥിതി എന്തോ? ജോസ് പുല്ലുവേലിന്റെ കേസ് ആദ്യത്തെ ആന്റി കൺവേർഷൻ ലോ ആയിരുന്നു. 3 സെയിം കേസായിരുന്നു. അവർക്ക് അതിന് ജാമ്യം കിട്ടി. പക്ഷെ അൺഎക്സ്പെക്ടഡ്ലി ലാസ്റ്റ് വീക്ക് ഗുണ്ട ആക്ടില് അവരെ പിന്നെയും 68 വയസ്സുള്ള ദേവദാസനെയും എലമ്മ പുള്ളിക്കാരത്തിയുടെ വൈഫിനെയും 64 ഇയേഴ്സിനെ, ഈ 2 പേരെയും പിന്നെയും ഒരു പുതിയ കേസിൽ അവര് ഈ ഗുണ്ട ആക്ട് എന്ന് പറഞ്ഞിപ്പം
പുതിയ കേസിൽ ഒത്തിരി പേരെ ഇതിൻ്റെ അകത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മനോജ് ജേക്കബും ടീമിനും അങ്ങനെ ഒത്തിരി പേരെ ഇതിൻ്റെ അകത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്ട്രിക്റ്റ് ഒരു കേസ് ഇത്രയും ഏജ്ഡ് ഒരു ദമ്പതികൾക്ക് ഒരു ഗുണ്ട ആക്ടിൽ അവരെ ബുക്ക് ചെയ്യുന്നത് തന്നെ ഒരു നാണം ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ അവരുടെ ബെയിലും നമ്മൾ അപ്പോ ചെയ്തേക്കോ ഹൈക്കോർട്ടിൽ ഈ ദിവസങ്ങളിൽ തന്നെ അതിന്റെ ഹിയറിംഗും ആയിരിക്കും. ഓക്കെ. രണ്ടുപേരുടെ എനിവേ, ഈ ഇങ്ങനെ കേസിലൊക്കെ അകപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, നൂറുകണക്കിന് ആളുകളുണ്ട്. ഇപ്പം പലരുടെയും കേസുകളിലൊക്കെ വളരെ അതിന്റെ അവർക്ക് ജാമ്യത്തിലോ അല്ലെങ്കിൽ ഈ ഒരു വിചാരണ ഘട്ടത്തിലേക്ക് പോലും എത്താതെ ഒത്തിരി ആളുകളുണ്ട്. വളരെ കഠിനമായി പീഡിപ്പിക്കപ്പെട്ട ആളുകളുമുണ്ട്. പക്ഷേ ആദ്യമായിട്ടൊരു കേസിൽ വിധി വരുന്നത് ഈ ഒരു കേസിലാണെന്ന് തോന്നുന്നല്ലേ? അല്ല, ഇതിനു മുമ്പ് ഇതിനു മുമ്പ് മധ്യപ്രദേശില് രമേശ് അഹിർവാറും സഖി ഒരു ഹസ്ബൻഡ് വൈഫ് ബ്രദർ ഇൻ ചർച്ചിലെ ഇവാഞ്ചലിസ്റ്റാ, ബ്രദർ ഇൻ ചർച്ചിലെ ഇവാഞ്ചലിസ്റ്റാ. അവർക്ക് 2 വർഷത്തെ ശിക്ഷയും 25,000 രൂപ പെനാൽറ്റി മേടിച്ചു. ഈ ശിക്ഷ ഇതിന്റെ അകത്ത് ശിക്ഷ മിനിമം 2 വർഷവും മാക്സിമം 10 വർഷവുമാണ്. പക്ഷെ ജോസ് പാപ്പച്ചന് 5 വർഷം കിട്ടി, ഇവർക്ക് 2 വർഷം കിട്ടി. അപ്പം രമേശ് അയർവാറും വൈഫ് സഖിയും അവിടെ ഫാദറും 24 വയസ്സുണ്ട്. ഈ 3 പേരെ കൺവിക്ട് ചെയ്ത് 3 പേരെ കേസിലുണ്ടായിരുന്നു. പക്ഷെ ഫാദറിനെ കൺവിക്ട് ചെയ്യാതെ വിട്ടയച്ചു, അക്യൂട്ട് ചെയ്തു. പക്ഷെ ഭാര്യയും ഭർത്താവിന്റെ അഗേൻസ്റ്റ് കൺവിക്ഷൻ ചാർജ് വന്നു. നമ്മൾ ഹൈക്കോർട്ടിൽ, ജബൽപൂർ ഹൈക്കോർട്ട് മധ്യപ്രദേശിൽ ആ കേസ് ഫയൽ ചെയ്തു. ഹൈക്കോർട്ട് സെഷൻ കോർട്ടിനോട് പറഞ്ഞു ഇവരെ അറസ്റ്റ് ചെയ്യല്ല, ഈ കോർട്ടിന്റെ ഡിസിഷൻ വരാതെ ഇവരെ അറസ്റ്റ് ചെയ്തല്ലെന്ന് പറഞ്ഞ് പെനാൽറ്റി അടുപ്പിച്ച് ഇപ്പൊ ഹൈക്കോർട്ടിൽ അവരുടെ കേസ് നടക്കുക 2 പേരുടെ. അപ്പം അതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് കൺവിക്ഷൻ. ഓക്കെ. ഈ പെർസിക്യൂഷൻ റിലീഫ് ഇതുപോലെ ഇപ്പോൾ എത്ര കേസുകൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? കേസുകൾ ഞങ്ങൾ ഇപ്പം 4000 കൂടുതൽ കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് 2014 തൊട്ട്. 2014 പെർസിക്യൂഷൻ റിലീഫ് സ്റ്റാർട്ട് ആയത്. ജൂലൈ 2025 10 വർഷം തികയ്ക്കും. 4000 കൂടുതൽ കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കറന്റ് കേസിലും ഒത്തിരി കേസസ് ഉത്തർപ്രദേശിൽ കോർട്ടിലുണ്ട്. ഈ ഉത്തർപ്രദേശിലെ മധ്യപ്രദേശിലെ കേസുകളെ കുറിച്ച് പറഞ്ഞു. രണ്ടിടത്തും ഒരേ നിയമങ്ങളാണോ അതോ 2 സ്റ്റേറ്റ് സെയിം? അല്ല, സെയിം. ആന്റി കൺവെൻഷൻ ലോ 13 രാജ്യങ്ങളിലുണ്ട്. അപ്പൊ സ്റ്റേറ്റുകൾ, രാജസ്ഥാൻ ഇപ്പം ലേറ്റസ്റ്റ് ആഡ് ആയി ഇന്നലെ. ഇതെല്ലാം സ്റ്റേറ്റുകളില് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് വർഷങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും സ്ട്രിഞ്ചന്റ് ലോ ഉത്തർപ്രദേശിൽ ആദ്യമായിട്ട് ചെയ്തത്. അതുപോലെ ഇപ്പം 13 രാജ്യങ്ങളിൽ ഓൾറെഡി ആന്റി കൺവെൻഷൻ ലോ ഉണ്ട്. അരുണാചൽ മൂവ് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു അരുണാചൽ പ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആന്റി കൺവെൻഷൻ. സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ ജീവിക്കുകയായിരുന്നു അല്ലെ, ബിസിനസ്സും ഒക്കെ ആയിട്ട്. ഇങ്ങനെ കിടക്കുമ്പോഴാ ഈ സംസാരം നടന്നത്, കാഷ്വൽ ഇതില്. അപ്പൊ പീഡമൊന്നും അറിയാത്ത സ്ഥിതിയിൽ ദൈവം എന്നോട് പറഞ്ഞു പീഡ അനുഭവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടൊക്കത്തില്ല കർത്താവെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു ജോനാട് ഞാൻ നിനവ പോകാൻ പറഞ്ഞു. അവൻ തർശീഷിലേക്ക് പോയി. ഞാൻ അവനെ വലിച്ചുകൊണ്ട് വന്നെന്ന്. അപ്പൊ വലിച്ചുകൊണ്ട് വന്നെന്ന ശബ്ദം, ആ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ബിക്കോസ് ജീവിതത്തിൽ ഞാൻ ഒരു വലിയ കംഫർട്ട് സ്റ്റേജിലായിരുന്നു. ആ 2014 ഒന്നിനും മുട്ടുണ്ടാകാതെ ദൈവം എല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ തന്ന് ഇരിക്കുന്ന ഒരു സ്ഥിതിയിലെ അപ്പം ദൈവം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. എൻ്റെ സമ്പത്ത് പോകുമോ, എനിക്ക് വല്ല അസുഖം ഉണ്ടാകുമോ, അങ്ങനെ പേടിച്ച് ഞാൻ സറണ്ടർ ചെയ്തു. ഞാൻ ചോദിച്ചു എന്തോ ചെയ്യേണ്ടിയെന്ന്. അപ്പം എനിക്ക് ക്ലിയർ, ദാവീദിന് മന്ദിരം പണിയാൻ ബ്ലൂ പ്രിന്റ് കൊടുത്തതിൻ്റെ കൂട്ട് എക്സാക്ട്ലി ദൈവം എന്നോട് എല്ലാ കാര്യങ്ങളും സ്പഷ്ടമായിട്ട് സംസാരിച്ചു. ആരെയും നോക്കാതെ തന്നെ ഇറങ്ങി. അങ്ങനെ ഞാൻ പെർസിക്യൂഷൻ റിലീഫ് ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ഡൊണേഷൻ പേജ് വെബ്സൈറ്റിൽ ഇട്ടു. ഡൊണേഷൻ പേജ് ഇട്ടപ്പോൾ ഒരു ദിവസം ദൈവം എന്നോട് സംസാരിച്ചു, ഈ ഡൊണേഷൻ പേജ് എന്തിനാ, ശുശ്രൂഷ ഞാനാ വിളിച്ചത്, ഞാൻ നിന്നെ നടത്തും പുലർത്തും ആവശ്യമുള്ളതെല്ലാം നൽകി തരുമെന്ന്. ഞാൻ ഡൊണേഷൻ പേജ് വെബ്സൈറ്റിൽ നിന്ന് മാറ്റി. അത് കഴിഞ്ഞ് ദൈവം എന്നോട് സംസാരിച്ചു, വെല്ലോണോ അധ്വാനിച്ച് കൊണ്ടുപോകുന്ന പൈസയും കൊണ്ട് ആർക്ക് വേണമെങ്കിലും മിഷൻ ചെയ്യാം, നീ എന്തോ പുതിയത് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോഴാ ദൈവം എന്നോട് ആദ്യമായിട്ട് സംസാരിച്ചത് എംപ്റ്റി യുവർ സെൽഫ്, അല്ലെങ്കിൽ നിന്നെ തന്നെ എംപ്റ്റി ചെയ്യാൻ. അങ്ങനെ ഞാനൊരു കംഫർട്ടബിൾ പൊസിഷനിൽ ഞാൻ പീഡ അനുഭവിക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്വന്തം സമ്പത്തും കൊണ്ടാ ഞാൻ പീഡ അനുഭവിക്കുന്ന ദൈവസഭയെ സഹായിക്കാൻ തുടങ്ങിയത്. ഈ 10 വർഷത്തിനാം ദൈവകൃപയാല് ഒട്ടും മുന്നേ കാലും കൈയും പിടിക്കേണ്ട ആവശ്യം വന്നില്ല. ഇപ്പോഴും അങ്ങനെ സാറിന്റെ വെബ്സൈറ്റിലോ ഒന്നും ഇങ്ങനെ ഇല്ല, ചോദിക്കുന്നില്ല. ഇല്ല, ഈ കേസിൽ തന്നെ
നമ്മൾ ഒരിക്കലും പൈസ പറ്റി ചോദിച്ചില്ല. ഹൈക്കോടതിയിലൊക്കെ ഒരു കേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ ഇതുള്ള കാര്യങ്ങളല്ലയോ ഇത്രയും കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ. പക്ഷെ നമ്മൾ അപ്പൊ സാറേ അതിനകത്തൊരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. കാരണം ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് വേണ്ടി 4000-ഓളം കേസുകൾ ഹാൻഡിൽ ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ അതിനെല്ലാം പണം ചെലവാക്കേണ്ട ഇതാണ്. പക്ഷേ സാർ പറയുന്നത് അങ്ങനെ സാർ ഒരു ഡൊണേഷൻ വാങ്ങുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു അഭ്യർത്ഥന നടത്തുന്നില്ല, പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കും? ഇന്ന് വരെ ഈ 10 വർഷത്തിനാം ഓണസ്റ്റ്ലി സ്പീക്കിംഗ് നമ്മൾ ഒരു കേസ് പിടിയുടെ പൈസ കൊടുക്കാതെ ഇരുന്ന് ഹാൻഡിൽ ചെയ്യാൻ ഇന്ന് വരെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ദൈവം ഇപ്പം സാം സാറിനോട് ദൈവം പറഞ്ഞു നോക്കി പ്രോസിക്യൂഷൻ റിലീഫിന് പൈസ കൊടുക്കണമെന്ന്. അപ്പൊ സാം സാർ എന്നെ വിളിച്ചിട്ട് പറയുക ആ അക്കൗണ്ട് നമ്പർ എനിക്കൊന്ന് തരണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ പൈസ നിങ്ങൾക്ക് ഇടണേ, നിങ്ങളുടെ താല്പര്യം. ദൈവവും നിങ്ങളുമായിട്ടുള്ള ആൾക്കാർ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, ഞാൻ അതിന് നന്ദി കരയറ്റുന്നു. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഞാൻ പറഞ്ഞു അത് നിങ്ങളും ദൈവമായിട്ടുള്ള ഇതാ, അതിൻ്റെ അകത്ത് എനിക്ക് റോളില്ല. ഞാൻ ഒരിക്കലും ചോദിച്ചു പറയത്തില്ല ഈ കേസിൽ ഇത്രയും രൂപ ചെലവായതുകൊണ്ട് ഇത്രയും പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വകയായിട്ട് ഒരിക്കലും അത് ചെയ്യത്തില്ല. ഈ ശുശ്രൂഷ മുന്നോട്ട് പോയാലും പോയില്ലെങ്കിലും ആ ഒരു കാര്യത്തിൽ ഞാൻ മുതിരത്തില്ല. അത് ഐ എം വെരി ക്ലിയർ ഇൻ മൈ മൈൻഡ്. സാറേ ഈ പ്രോസിക്യൂഷൻ റിലീഫ് സ്റ്റാർട്ട് ചെയ്തു, സാർ ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കേസ് ഏതാ, ആരുടേതാ? ഒരു മലയാളി ആയിരുന്നു, ജോസ്. ആഗ്രയിലുള്ള ഒരു ദൈവദാസനായിരുന്നു. ഒഡീസയിലെ ഒരു ജയിലിൽ കിടക്കുമായിരുന്നു, ഫിലിപ്പ്. പാസ്റ്റർ ഫിലിപ്പ് ആയിരുന്നു. അങ്ങനത്തെ ഒരു കേസായിരുന്നു. പുള്ളി 666 ദിവസങ്ങളിൽ 666 ഡേയ്സ് ജയിലിൽ കിടന്ന് ഒരു കേസായിരുന്നു. പിന്നെ ജോയൽ എന്ന് പറഞ്ഞ ജോയലിന്റെ മാതാവും പിതാവും രണ്ടുപേരും ജയിലിലായിരുന്നു. ആ മാതാവിനെ വിടുവിക്കാൻ ഒരു കേസായിരുന്നു. അങ്ങനെ ഒത്തിരി കേസുകൾ ഇങ്ങനെ. പിന്നെ എനിക്ക് ഇപ്പൊ ഓർമ്മ ഒന്നുമില്ല. ഡെയിലി ഇത്രയും കോൾസ് വരുമ്പോൾ നമ്മള് മനസ്സിൽ വെക്കാനുള്ളത്. ശരിക്കും ഇപ്പൊ സാറിന്റെ ടീമിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നു? 3000 കൂടുതൽ പേര് വോളണ്ടിയേഴ്സ് തന്നെ. എനിക്ക് ഭാരതത്തിൽ 28 ജില്ലയും സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറിയും ഉണ്ട്. അതെല്ലാം കൂടി കൂട്ടിയാൽ തന്നെ 806 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഈ 806 ഡിസ്ട്രിക്ട്സിൽ 3700 കൂടുതൽ കാവൽക്കാര് തന്നെ, സഹോദരിമാര് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. കാവൽക്കാര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അത് പ്രാർത്ഥനയും ചെയ്യും, വിടയം ചെയ്യും, എല്ലാ കാര്യത്തിലും അവർ ഇടപെടും. അതുകൂടാതെ എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും ആളുണ്ട്. എല്ലാ ജില്ലയിലും ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ആ ജില്ലയിലെ ആളാ പോയി നമ്മുടെ മുന്നിൽ നിന്നെല്ലാം ചെയ്യുന്നത്. അതും ആദ്യമായിട്ട് സാറേ ഇന്ത്യയില് നമ്മൾ പൈസ കൊടുക്കാതെ വോളണ്ടിയറിൽ ഇത്രയും ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുന്ന 14 ലാംഗ്വേജിൽ തന്നെ എന്നും പീഡയെ പറ്റി പ്രെയർ പോയിന്റ്സ് വരുന്നത് തന്നെ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആകാത്ത ഒരു കാര്യമാണ്. 14 ലാംഗ്വേജസിൽ നമ്മൾ എന്നും പ്രെയർ പോയിന്റ് റിലീസ് ചെയ്യും. ഇപ്പൊ അതായത് പ്രോസിക്യൂഷൻ റിലീഫിന്റെ കയ്യിൽ ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കുന്ന ക്രിസ്ത്യാനിറ്റിക്കെതിരെ നടക്കുന്ന എല്ലാ പീഡകളെ കുറിച്ചും കൃത്യമായ ഒരു വിവര ശേഖരണം ഉണ്ട്, അല്ലെ? ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഓരോ വർഷവും ഇത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? കൂടി വരിക. ഓക്കെ. കുറയുന്നതിന്റെ ചാൻസസ് ഒത്തിരി കുറവാ. അത് ആരായാലും ഇന്ന് കർണാടകയിലെ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. ഇന്ന് കർണാടകയുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞേക്കുമൊക്കെ ആരെങ്കിലും കൺവേർഷൻ ചെയ്യുക ഡിജിറ്റൽ മീഡിയ മുഖാന്തരം അതിന്റെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണമെന്ന്. അതുകൊണ്ട് ഇതൊരു പാർട്ടിയുമായിട്ട് റിലേറ്റഡ് ഒരു കാര്യമല്ല. യേശുവിന്റെ പിന്നെ പോകണമെങ്കിൽ തന്നെ ത്യജിക്കണം, ക്രൂസ് എടുക്കണം, നമുക്ക് ഇതെല്ലാം സഹിക്കണം. ബി ആറ്റിറ്റ്യൂഡ്സ് തൊട്ട് 5-ാം അധ്യായം തൊട്ട് പറഞ്ഞു കഴിക്കുന്ന എൻ്റെ നാമത്തിൽ നിന്നെ കോർട്ടിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം, അവിടെ പോയി നിൽക്കുമ്പോൾ എന്തോ പറയേണ്ടിയെന്ന് നിങ്ങൾക്ക് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ആത്മാവിൽ നിന്റെ നാവിൽ കൊണ്ടിടാം, നിങ്ങൾ അവിടെ പോയി സംസാരിക്കണം ഈ കാര്യങ്ങള്. ഇതൊക്കെ സ്റ്റിഫാനോസ് സെനറ്ററിന്റെ മുന്നേ സംസാരിച്ചപ്പോഴല്ലോ സ്വർഗം തുറന്ന് ഈ കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് ഇതൊന്നും വലിയ ഗവൺമെന്റുമായിട്ട് റിലേഷനോ അല്ലെങ്കിൽ ഒരു ഫെനറ്റിക് ഗ്രൂപ്പുമായിട്ട് റിലേഷൻ ഒന്നും അല്ല. ഇത് എൻ്റെ അഗേൻസ്റ്റ് ഇതുണ്ടായെങ്കിൽ മാസ്റ്റർ സഫർ ചെയ്തെങ്കിൽ ഡിസൈപ്പിൾ സഫർ ചെയ്യണമെന്നുള്ള ഒരു ഇതിനകത്ത് വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമല്ല. ഇപ്പൊ പത്രോസിനോട് യേശു പറഞ്ഞു, പത്രോസിനോടേക്ക് കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇതാവും, ഞാൻ മരിക്കപ്പെടും ജെറുസലേം. അപ്പം പത്രോസ് യേശുവിനെ വലിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, ദേഷ്യപ്പെട്ടിട്ട് അവനെ ഇത് ചെയ്തു. അപ്പൊ പറഞ്ഞു, നീ ജഡത്തില്ല, നിനക്ക് ആത്മീയ കാര്യങ്ങൾ വെളിപ്പെടത്തില്ല. അപ്പം പീഡ ജഡത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി പീഡ വലിയൊരു ഇഷ്യൂ ആണ്.
പക്ഷെ ആത്മാവിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആധാരത്തിൽ 12-10 ശിഷ്യന്മാർ രക്തസാക്ഷിയായെങ്കിൽ എന്തോ ദൈവം മെസ്സേജ് കൊടുത്തിട്ട് പോകുന്നത്? 10 ശിഷ്യന്മാര് സാറേ വീട് വിട്ടു, നാട് വിട്ടു, കുടുംബം വിട്ടു, ബിസിനസ് വിട്ടു, ഗവൺമെന്റ് ജോലി വിട്ടു, എല്ലാം വിട്ടു. പട്ടിയെ പോലെ 10 പേരെ കൊന്നപ്പോൾ സ്വർഗം എന്തുവാ ഇത് തരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെ ദൈവം പീഡ കൊടുക്കത്തുള്ളൂ. നമ്പർ 1. നമ്പർ 2, ദൈവത്തിന്റെ ഹിതപ്രകാരം പെർഫെക്റ്റ് ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്നവർക്ക് പീഡ സ്വന്തം ഇഷ്ടത്തിൽ ബിസിനസ് മിഷൻ ചെയ്തോ സ്വന്തം ഇഷ്ടത്തിൽ ചർച്ച നടത്തുന്നവർക്ക് ആർക്കും പീഡ ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ നിയോഗത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിനക്ക് പീഡ 100% ഉണ്ടാകുമെന്ന് വചനം സ്പെസിഫിക്കലി പറയുന്നുണ്ടല്ലോ. അല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. കാരണം ക്രിസ്ത്യാനിറ്റി ഉള്ള എല്ലായിടത്തും, ക്രിസ്ത്യാനിറ്റി വളർന്നിട്ടുള്ള എല്ലായിടത്തും പീഡ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ ഈ പീഡ വളരെ ശക്തമായിട്ട് പെർസിക്യൂഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്, പൊതുവായിട്ട് പണ്ട് കാലത്തെക്കാട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പീഡയിലൂടെ കടന്നു പോകുന്നവർ ഒരുപക്ഷെ ദൈവം അവർക്ക് പ്രത്യേക കൃപ കൊടുത്ത് അവരതിനെ അതിജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷെ അവരുടെ ഫാമിലി ഉണ്ട്, മക്കളുണ്ട്, അവരുമായി ബന്ധപ്പെട്ട സഭകളുണ്ട്. ഇപ്പൊ തന്നെ ഈ ജോസ് പാപ്പച്ചൻ്റെയോ അല്ലെങ്കിൽ ജോസ് പുല്ലുവേലിയുടെ അദ്ദേഹം സ്ഥാപിച്ച സഭ, ആ സഭയിലെ വിശ്വാസികൾ അവർക്കൊന്നും പിന്നീട് അവരെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ ആരും ഇല്ലാതായി പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ആ പ്രശ്നം ഉണ്ടാകുന്നതും നമ്മളാ ഉണ്ടാക്കിയത്. നമ്മൾ പീഡയെ പറ്റി ദൈവജനങ്ങളോട് സംസാരിക്കണം. ഒരു പുതിയ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവനെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ പറയും, നമ്മൾ പറയും പീഡയെ പറ്റി പറയുമ്പോൾ അവർ പറയും ഇല്ല, പീഡയെ പറ്റി പറഞ്ഞാൽ അവർ പേടിച്ചു പോകും. അതുകൊണ്ട് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, നിന്റെ ഡെപ്സ് എല്ലാം മാറും, നിനക്ക് ഇത് കിട്ടും, പ്രോസ്പെരിറ്റി മാത്രമാണ് പറയുന്നത്. പക്ഷെ വാതിൽ ഒന്നേ ഉള്ളല്ലോ, ക്രൂശിൽ നിന്നുള്ള ഒരു ഡോറേ ഉള്ളല്ലോ സഭയ്ക്കകത്ത്. അങ്ങനത്തെ ആളെ നീ അങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവന്നാൽ ഷെപ്പേർഡ് എവിടെ പൊക്കോട്ടെ, അവൻ ആരാന്ന് തുടങ്ങും. ഇപ്പൊ ഇന്ന് 2000-ൽ കൂടുതൽ സഭകൾ അടച്ചു പൂട്ടിയിട്ടേക്കുവാണെങ്കിൽ, ഹൗസ് ചർച്ചസ് അടച്ചു പൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ 2000-ൽ അഥവാ 100 ആവറേജ് കുടുംബം ഒരു സഭയിൽ ഉണ്ടെങ്കിൽ 40,000 കുടുംബങ്ങളുള്ള സഭകളും പൂട്ടിയിട്ടേക്കുക. അപ്പൊ 2000-ന് 100 വെച്ച് കൂട്ടുവാണെങ്കിലും 2000 × 100 എത്രയായി? 20,000 സഭകൾ തുടങ്ങിയില്ലയോ? എല്ലാ വീട്ടിലും ഒരു സഭ തുടങ്ങിയില്ല. അതായത് അതിന്റെ സിമ്പിൾ ലോജിക്ക് ഇതാണ്. ഒരു വീട്ടിൽ 10 കുടുംബങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്ന് ആരാധിക്കുന്നു. അവിടെ ഒരു പീഡ ഉണ്ടായി, അവർക്ക് ഒന്നിച്ചു കൂടാൻ പറ്റാതെ വരുമ്പോൾ ഈ 10 വീടുകളിലേക്ക് ഇതൊന്ന് സ്കാറ്റർ ചെയ്തു. ഓക്കെ. പക്ഷെ ദൈവത്തിന്റെ ദാസന്മാര് ദൈവവചനത്തിൽ അവരെ ഉറപ്പിക്കണം. പൗലോസ് 14 ലേഖകളിലും മുഖ്യ വിഷയം പീഡയാ. തെസ്സലോനിക്ക സഭയുടെ ആദ്യത്തെ വളർച്ച ജേസന്റെ വീട്ടില് ആക്സിൽ ഉണ്ടായപ്പോൾ ജേസനെ പിടിച്ചടിച്ചു, പൗലോസിനെ കൊട്ടക്കിട്ടകത്ത് വെളിയിൽ വിട്ടു. തെസ്സലോനിക്ക സഭ വളർന്നു. തെസ്സലോനിക്ക സഭയെ പറ്റി എഴുതിയിരിക്കുന്നത് പൗലോസ് തിമോത്തി അയച്ചപ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കുക ഡേ ബൈ ഡേ. അപ്പൊ പീഡയുടെ മധ്യത്തിൽ എങ്ങനെ നമ്മൾ വിശ്വാസം വർദ്ധിക്കുന്ന ഇതായി നിങ്ങൾ പഠിപ്പിക്കണം. പീഡ അനുഭവിക്കുന്നത് ഒരു പ്രിവിലേജാ, അതൊരു ഓണറാ, അത് ദൈവമക്കൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഈ പീഡ ലഭിക്കത്തുള്ളൂ. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ, പൗലോസും ശീലാസും രാത്രി 12 മണിക്ക് ജയിലിൽ കിടന്ന് തുള്ളിച്ചാടിയത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള വെളിപ്പാട് കിട്ടിയോണ്ടാ. അല്ലെങ്കിൽ ഇതൊന്നും അറിയാമായിരുന്നെങ്കിൽ രണ്ടുപേരും കൊച്ചു വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എന്തിനാ ഈ പരിപാടിക്ക് ഇറങ്ങിയ 4 കാര്യങ്ങൾ പറയാമല്ലോ. പക്ഷെ കാലെ ചെങ്കലയാ, 12 മണിക്ക് അവർ ഒന്നും പേടിക്കാതെ മുറിഞ്ഞിരിക്കുക, പുറം മുഴുവനും എല്ലാം മുറിഞ്ഞു അടിച്ചിരിക്കുമ്പോൾ 12 മണിക്ക് ആരാധന ചാടിയപ്പോൾ ജയിലിൽ അസാധാരണ കാര്യം സംഭവിച്ചില്ലയോ? നമ്മൾ ആ കാഴ്ചപ്പാട് എന്താ ഉണ്ടാകാത്ത? ഈ 75 വർഷത്തിൽ ഇത്രയും ജയിലിൽ പോകുന്ന ഒരു ടൈമും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത്രയും പേര് ജയിലിൽ പോയിട്ട് ദൈവത്തിന്റെ ജയിലിനകത്തും മനുഷ്യരല്ലേ താമസിക്കുന്നത്. അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അതോ കോർട്ട് അവരെ ലൈഫ് ഇംപ്രഷൻമെന്റ് കൊടുത്തു, അല്ലെങ്കിൽ ഹാങ് ടു ഡെത്ത് കൊടുത്തേക്കുക. പക്ഷെ അവനൊരു നിത്യതയ്ക്കുള്ള ഒരു വരി നീ തുറക്കുമല്ലോ. നീ ലോകത്തിലെ വെളിച്ചമായിട്ട് അതിനകത്ത് പ്രവേശിക്കുമ്പോൾ നീ അവനൊരു ഹോപ്പ് ജീവിതത്തിൽ കൊടുക്കുമല്ലയോ. ഒരു ആശയമില്ലാതെ ഒരുത്തൻ ജയിലിൽ കിടക്കുമ്പോൾ നീ ഒരു സുവിശേഷം കൊണ്ട് അവനോട് പറയുക, നീ ഇന്ന് കള്ളൻ ക്രൂശിൽ മരിച്ചു, ആ നിമിഷം തന്നെ നിന്നെ പാരഡൈസിൽ കൊണ്ടുപോകാമെന്ന് യേശു അവനെ കൊണ്ടുപോയതിന്റെ കൂട്ടം. ഹൂ നോസ് ടുമോറോ, നാളെ ഈ ഹാർഡ് കോർ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ ആരും മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോകുന്ന അതിന്റെ വില സ്വർഗം സന്ദർശിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാടും വേണ്ട. എല്ലാം നെഗറ്റീവ് പറയാനായിട്ട് കാര്യമല്ലല്ലോ. ഇപ്പൊ ഒരു ഇംഗ്ലീഷിൽ യേശു ക്രൂശിൽ എന്തൊക്കെ സഹിച്ചോ അതിന്റെ ഒരു മറുവശം ഉണ്ടായിരുന്നു. അവന് അടിപ്പിന്നാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു.
അവന് 39 പ്രാവശ്യം കൊണ്ട് പുറത്തടിച്ചെങ്കിൽ ഇന്ന് നീ സൗഖ്യം അതിന് മേൽ കിടന്ന് അവകാശം പറയുന്നില്ലയോ? ആക്ച്വലി 53:5 എഴുതിയേക്കുന്നു, ഹി വാസ് പിയേഴ്സ്ഡ് ഫോർ അവർ ട്രാൻസ്ഗ്രഷൻ. അപ്പൊ എന്റെ ട്രാൻസ്ഗ്രഷൻസ് വേണ്ടി അവൻ പിയേഴ്സ്ഡ് ആയി. ഹി വാസ് പിയേഴ്സ്ഡ് ഫോർ അവർ ട്രാൻസ്ഗ്രഷൻ, ഹി വാസ് ക്രഷ്ഡ് ഫോർ അവർ ഇനിക്വിറ്റീസ്, ദ പണിഷ്മെന്റ് ദാറ്റ് brought us peace was upon him, by his wounds we are healed. അപ്പൊ എന്തൊക്കെ ക്രൂശിൽ അവിടെ സംഭവിച്ചോ അതിന്റെ ഒരു മറുവശം ദൈവസഭയ്ക്ക് ബെനിഫിറ്റ് ആയിരുന്നു. അതുപോലെ ഇന്ന് ഞാൻ അടി കിട്ടിയാല് അല്ലെങ്കിൽ എന്നെ ജയിലിൽ കൊണ്ടുപോയാലോ കോട്ടി കൊണ്ടുപോയാലോ അതിന്റെ ഒരു മറുവശം ഉണ്ടെന്ന് വലിയ മർമ്മം ദൈവസഭ ദോഷങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ ഒരു പ്രിവിലേജ് മുഖാന്തരം ഇല്ലേ ഞാൻ അകത്ത് പോകാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ആ ഒരു കാര്യം നമ്മൾ കാണുവാണെങ്കിൽ ഇതൊക്കെ പൗലോസ് ശീലാസും ശിഷ്യന്മാരെല്ലാം അറിഞ്ഞു. പത്രോസ് അതുകൊണ്ടല്ലയോ ക്രൂശിലേക്ക് നടന്നുപോയി, എന്നെ നേരെ കടത്തല്, എന്റെ തല താരെ കടത്തണ, പേടിച്ച് ഓടിപ്പോയവന്, യേശുവിനെ ത്യജിച്ചവന്, പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാന്ന് നിറഞ്ഞപ്പോ ചങ്കൂറ്റത്തോട് 1000 കണക്കിന് ജനങ്ങളുടെ മുന്നേ പറഞ്ഞില്ലയോ എന്റെ യേശു എന്റെ കർത്താവാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടി? അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് ഈസ് നോ മോർ. സാറേ, പിന്നെ ഇപ്പോ എനിക്ക് തോന്നുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ പീഡയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠശാല, അല്ലേ? എന്തുവാ കൺസെപ്റ്റ്? സാറേ, ഞങ്ങള് ഈ വരുന്ന തലമുറ പീഡ എന്തുവാന്ന് അവർക്ക് അറിയത്തില്ല. പീഡ എല്ലാവരും നെഗറ്റീവ് സെൻസിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ അനേക സഭകളിൽ കണ്ടിട്ടുണ്ട്, ഉപസിച്ച് പ്രാർത്ഥിക്കുക പീഡ നിർത്താൻ വേണ്ടി. പീഡ നിർത്തുന്നതൊരു ബിബ്ലിക്കലി റോങ് ആ. പീഡ നിർത്താന്നുള്ള ഒരു കോൺസെപ്റ്റ് വേദോസ്തവത്തിൽ ഇല്ല. മനസ്സിലായോ? രണ്ടാമത് പീഡയുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള അത്യന്ത ശക്തി പരിശുദ്ധാത്മാവിന്റെ വേണം. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പിള്ളേർ വളർന്ന് ഒന്നുകൂടെ ഒരു എക്സ്ട്രീം ലോകത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു. ഒന്നാതെ ആത്മീകമൊന്നുമില്ല, അതെല്ലാം തീരുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നാളെ ഇതിന്റെ മേളിൽ പീഡയോടെ വന്നാല് ഈ ജനറേഷനെ നമ്മൾ എങ്ങനെ പിടിച്ചു പോകും? അതുകൊണ്ട് ഞങ്ങള് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാല് ഞങ്ങള് 12 ലെസൺ, 12 ക്ലാസ്, ഒരു KG1 തൊട്ട് ക്ലാസ് 12 വരെ 12 ലെസൺ. അതിൻ്റെ അകത്ത് പീഡ എന്തുവാ, പീഡ അനുഭവം ആർക്കാ കിട്ടുന്നത്, പീഡയുടെ അഡ്വാൻറ്റേജ് എന്തുവാ, പീഡ ദൈവമക്കൾക്കുള്ളതാണോ, അതോ യേശു ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ, ദൈവസഭ പീഡനെ കൂടെ പോയിട്ടുണ്ടോ, ശിഷ്യന്മാർ പീഡന്ന് പോയിട്ടുണ്ടോ, യേശു പീഡയും കൊണ്ട് പോയിട്ടുണ്ടോ, ഇതെല്ലാം അവരെ പഠിപ്പിച്ച് പീഡ ആരുടെയും കയ്യിലിരുന്ന് നമ്മളെ ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ പാമിൽ ഇൻസ്ക്രൈബ്ഡാ, അല്ലെങ്കിൽ എന്നെ തൊടണമെങ്കിൽ എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്ന എൻ്റെ കൂട്ടം ആരെങ്കിലും. അപ്പൊ ദൈവം അനുവദിക്കാതെ ആരെങ്കിലും എവിടുന്ന് വന്ന് എന്നെ അടിച്ചിട്ട് പോകാനൊക്കത്തില്ലല്ലോ. ദൈവം തീരുമാനിക്കാതെ ദൈവം ആ അടിയുടെ മുന്നേ ഓക്കെ ഞാൻ ക്ഷമിക്കുന്നു ദൈവദാസ, ഞാൻ നീ ഒരെണ്ണം കൂടെ അടിച്ചോ, ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നിൽ ആർക്കറിയാം ഒരു മാനസാന്തരം അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പിള്ളേരെ ഇതാ പഠിപ്പിക്കുന്നത് ഈ പീഡ ചെയ്യുന്നവരെ ക്ഷമിക്കാണ്. ഇന്ന് ഭയങ്കര ഒരു നെഗറ്റിവിറ്റി ഉള്ള ഒരു കാലമാണ്. ഇപ്പൊ ഒരാളെ ഇപ്പൊ ജോസ് പാപ്പച്ചൻ ആരാ കംപ്ലൈന്റ് ചെയ്തത്, അവനെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം, അവനെ എങ്ങനെയെങ്കിലും പാഠം പഠിപ്പിക്കണം, അവനെ അങ്ങനെ വിടല്ല, ഇവനെ ശരിക്കും ജയിലിൽ കയറ്റിയിട്ടേ വിടാവൂ. ഈ ഒരു കോൺസെപ്റ്റ് വേദോസ്തത്തിനകത്ത് ഇല്ല. യേശുവിന് പത്രോസ് വാളെടുത്തപ്പോൾ യേശു പറഞ്ഞു വാളെടുക്കുന്നവൻ വാളാൽ മരിക്കപ്പെടും. അതും യേശു പറഞ്ഞു ഞാൻ പിതാവിനോട് പറയുക 12 ലിഗിയോൻ സ്വർഗദൂതന്മാര് താരെ ഇറങ്ങി വരും. 12 ലിഗിയോൻ, 1 ലിഗിയോൻ 6000 സ്വർഗദൂതൻ, 6000 × 12 22,000 സ്വർഗദൂതൻ. ഒരു സ്വർഗദൂതൻ ഒരു രാത്രിയിൽ 1,85,000 പേരെ കൊന്നെങ്കിൽ ആ ജെറൂസലേം അല്ല ഇസ്രായേലിനെ മുഴുവനും തല വെട്ടാമായിരുന്നല്ലോ. പക്ഷെ അത് വെട്ടിയായിരുന്നെങ്കിൽ ഇന്ന് ഞാനും നീ ഇവിടെ ദൈവത്തിന്റെ മക്കളായിട്ട് ഇവിടെ ചമഞ്ഞിരിക്കത്തില്ലായിരുന്നല്ലോ. അതുപോലെ 3:16 എഴുതിയിരിക്കുന്നു യേശു വന്ന് ജീവൻ തന്നു. 1 യോഹന്നാൻ 3:16 സ്നേഹം എന്തുവാ, നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതാണ് സ്നേഹമെന്ന് യോഹന്നാൻ പറഞ്ഞിട്ട് പോയി. അപ്പൊ ആ ഒത്തിരി മിസ്കൺസെപ്ഷൻ ദൈവസഭകളിലുണ്ട്. അത് ഈ ദൈവദാസന്മാർ ഈ വചനത്തെ പറ്റി പഠിപ്പിച്ച് നാളെ അറിയത്തില്ലല്ലോ നാളെ കേരളയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നത്. ആരും വിചാരിച്ചില്ലല്ലോ ഉത്തർപ്രദേശിൽ ഇത് സംഭവിക്കുമെന്ന്. ആരും ചിന്തിച്ചല്ലോ ഛത്തീസ്ഗഡ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചത്ത ആൾക്കാരെ ശവം പോലും അടക്കാൻ നോക്കാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ജനങ്ങൾ കയറി വന്ന്. അപ്പൊ ഇങ്ങനെ ഇതൊന്നുകൂടെ ടോക്സിക് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ നമുക്കൊന്നിനെ പറ്റി ഭാരപ്പെടേണ്ട. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. നമുക്ക് അതിനെ പറ്റി ഭാരപ്പെടുക. ബിക്കോസ് മരണത്തിന്റെയും പാതാളത്തിന്റെയും ചാവി യേശുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഞാൻ സെക്യൂർഡ് ആക്കി എന്നെ ആരും കൊല്ലാൻ ആരും വിചാരിച്ചാലൊന്നും ഞാൻ ചാകത്തില്ല. ചാവി മരണത്തിന്റെയും പാതാളത്തിന്റെയും 1 റെവലേഷൻ 1:18 വാക്യത്തിൽ കീസ് ഓഫ് ദ ഡെത്ത് ആൻഡ് ഹേഡസ് ഈസ് വിത്ത് മീ. അതുകൊണ്ട് അതിനെപ്പറ്റി ഭാരപ്പെടേണ്ട. മരണമെന്നിന്റെ കൂടിപ്പോയാൽ എന്തോ മരണമല്ലല്ലോ, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. അപ്പം ആത്മാവിനെ
ശരീരത്തെ കൊല്ലുന്നവനെ എന്തോ പേടിക്കാൻ, ആത്മാവും ശരീരവും രണ്ടിനെ കൊല്ലുന്നവനെ പേടിക്കാം. അതല്ലയോ നമ്മൾ വചനത്തിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഈ പീഡ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലെ സഭയോട് പറയാനുള്ള, വിശ്വാസ സമൂഹത്തോട് പറയാനുള്ള ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത്, പീഡയ്ക്കെതിരെയുള്ള ഒരു പ്രാർത്ഥനയല്ല നമുക്കുണ്ടാകേണ്ടത്, പീഡയിലൂടെ കടന്നു പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ആരറിഞ്ഞു സ്തീഫാനോസിനെ കൊല്ലാൻ പോകുമ്പോൾ ശൗൽ വസ്ത്രം കാക്കുമായിരുന്നു. ശൗൽ ഇത്രയും വലിയ ദൈവഭക്തനായി 14 ലേഖനങ്ങൾ ദൈവസഭയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കുന്ന മനുഷ്യനാകുമെന്ന് ആര് വിചാരിച്ചു? അതുപോലെ പീഡ ചെയ്യുന്നത് നമ്മുടെ യുദ്ധം മാംസങ്ങളോടും രക്തങ്ങളോടും അല്ല. അത് ദൈവസഭ ക്ലിയർ മനസ്സിലാക്കണം. അതൊരു മനുഷ്യനെ കണ്ടിട്ടല്ല, ഇതിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന പിശാചിന്റെ പ്രവൃത്തിയുമായിട്ടാണ് നമ്മുടെ വരക്ക്. ആ സ്ട്രഗിൾ ഈസ് നോട്ട് അഗൈൻസ്റ്റ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ്, റൂളേഴ്സ്, അതോറിറ്റീസ്, പ്രിൻസിപ്പാലിറ്റീസ്, സ്പിരിച്വൽ ഫോഴ്സസ് ഇൻ ദി ഹെവൻലി റെലംസ്. ശത്രുവുമായിട്ട്, പിശാചുമായിട്ടാണ് നമ്മുടെ. പിശാച് ഒരു മനുഷ്യനെ ഉപയോഗിച്ച് ഈ കാര്യം ചെയ്യുന്നത്. അപ്പൊ മനുഷ്യനെ വരക്കേണ്ട ആവശ്യമില്ല. അൺകണ്ടീഷണലി ഫോർഗീവ് ആണ് ഞാൻ പറയുന്നത്. പീഡ ചെയ്യുന്ന എല്ലാവർക്കും. ആ ഗ്രാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഇപ്പം 2 ആഴ്ച മുമ്പേ അല്ലായിരുന്നോ ഗ്രാം സ്റ്റെയിൻസിന്റെ ഇത്? ഗ്രാം സ്റ്റെയിൻസിന്റെ ഭാര്യയുടെ വാക്കുകൾ എന്തുവായിരുന്നു? ഞാൻ അവനെ ക്ഷമിച്ചു. അതൊരു വലിയ മെസ്സേജ് അല്ലായിരുന്നു വേൾഡിൽ. അവനെ പിടിച്ച പോലീസുകാരൻ ബൽറാം സാഗർ, അവനൊരു ഫെനറ്റിക് ആയിരുന്നു. അവൻ ഇന്ന് ദൈവത്തിന്റെ വേല ചെയ്യുന്ന ഒഡീസയില് നമ്മുടെ കൂടെ ശുശ്രൂഷയില്ല. അവൻ ഇന്ന് ആയിരക്കണക്കിന് മീറ്റിങ്ങുകളിൽ പോയി, പോലീസിന്റെ ജോലി അവന്റെ കയ്യിൽ നിന്ന് പോയിട്ട് അവന് ഈ ഗ്രാംസ്റ്റനെ, ഈ ദാരാസിംഗിനെ പിടിച്ച പോലീസുകാരൻ ഇന്ന് അവന് ശുശ്രൂഷ വേലയില്ല. അവന് പോലീസ് സസ്പെൻഡ് ആക്കി. സ്റ്റെയിൻസിനെ കൊന്ന ദാരാസിംഗിനെ പിടിച്ച ബൽറാം സാഗർ നമ്മുടെ കൂടെ സേവക്കാവൊരു പുള്ളി ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷ. പുള്ളി ഈ പോലീസ് സ്റ്റേഷനെ ഒരു സുശേഷം മേലെ ആക്കി അവന്. അതുകൊണ്ട് അവനെ പോലീസ് ഇന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്ന് അവന് പോലീസ് സസ്പെൻഷനില്ല. പക്ഷെ അവൻ ദൈവരാജ്യത്തിൽ അവനെ സന്തോഷമാക്കി. അവനൊരു ഭാഗ്യം കിട്ടി യേശുവിനെ കണ്ടുമുട്ടാൻ. അങ്ങനെ മറുവശങ്ങൾ ഒത്തിരി ഉണ്ട്. അഥവാ ഗ്രാം സ്റ്റെയിൻസും ഫിലിപ്പും തിമോത്തിയെ കത്തിച്ചിട്ടെങ്കിൽ നമ്മുടെ അവിടെ ഇരിക്കുന്നവൻ ന്യായം ചെയ്യുന്ന ദൈവമാണെങ്കിൽ ഒരു മറുവശവുമുണ്ട് എല്ലാ കാര്യത്തിനും. അതുകൊണ്ടല്ലേ പറയുന്നത് ദ ബ്ലഡ് ഓഫ് ദ മാർട്ടിയർ ഇസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. സിമ്പിൾ ലോജിക് ഇല്ലയോ? നമ്മുടെ ഈ യേശുവിന്റെ പിൻപേ പോകാൻ ഞാൻ ഉറച്ചെന്ന് ആ കുടുംബം അവിടെ രക്തസാക്ഷിയായി 4 പേരും ചത്തപ്പോൾ ആ ഗോറോ ട്രൈബിലെ ലീഡർ പറഞ്ഞില്ലയോ അവിടെ വെച്ച് ഞാൻ ഈ യേശുവിനെ സ്വന്തം രക്ഷവാ സ്വീകരിക്കുവാന്ന്? ഒരു ഗോതമ്പ് മണി താര വീണ് മരിക്കാതെ എങ്ങനെ വലിയ മരമാക്കി തീരും? അതല്ലേ നമ്മുടെ ഇതും കൊണ്ട്. അതുകൊണ്ട് ഞാൻ കേൾക്കുന്ന എല്ലാവരോടും, നിങ്ങൾ റിയൽ ശിഷ്യനായ യേശുവിനെങ്കിൽ അൺകണ്ടീഷണലി ഒരു ചോദ്യവും ചെയ്യാതെ ലെറ്റ് ദ ലോർഡ് ടേക്ക് ദ ബാറ്റിൽ ഇൻ ഹിസ് ഹാൻഡ്. നമ്മൾ അവന് വേണ്ടിയല്ലോ കഷ്ടം സഹിക്കുന്നത്, അവൻ ഏറ്റെടുക്കട്ടെ. ഓക്കെ സാറേ, ഇത്രയും സമയം നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ ഷിബു തോമസ്, പെർസിക്യൂഷൻ റിലീഫിന്റെ സ്ഥാപകൻ, ഇന്ത്യയിലെ 4000-ഓളം ക്രൈസ്തവ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേസുകൾ കൈകാര്യം ചെയ്യുകയും നിരവധി ആളുകൾക്ക് ആശ്വാസമാകുകയും ചെയ്ത അനുഗ്രഹീതനായ ദൈവദാസൻ, അദ്ദേഹത്തോടൊപ്പം നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു, വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ സഭ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ വളർച്ച ഈ പീഡനങ്ങളുടെ എല്ലാം മധ്യത്തിലൂടെ സഭ വളർന്നു വരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ ദൈവസഭ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം അദ്ദേഹം നമ്മളെ ഓർപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, പീഡിപ്പിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമിക്കുക. അതാണ് ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത്. അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് ക്ഷമിക്കുവാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവപ്രവർത്തികൾ നമ്മുടെ കണ്ണിന് മുൻപിൽ നമ്മൾ കാണും. അത് വേദപുസ്തകത്തിലെ നിരവധി ഉദാഹരണങ്ങളിലൂടെ തന്നെ അദ്ദേഹം നമുക്കത് വ്യക്തമാക്കി തന്നു. സ്തെഫാനോസിനെ പീഡിപ്പിച്ച് കൊല്ലുമ്പോൾ ആ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്ത് സൂക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു ശൗലാണ് പിന്നീട് ക്രൈസ്തവ സഭയ്ക്ക് ഇടത്തക്ക നിലയിൽ 14 ലേഖനങ്ങൾ എഴുതുകയും അത്ഭുതകരമായ അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത പൗലോസായി മാറിയതെങ്കിൽ ഈ കാലഘട്ടത്തിലും പീഡനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇന്നത്തെ ഭാരതസഭ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്തുകൂടെ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നടക്കുവാനുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിവേ, നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കുമ്പോൾ പാസ്റ്റർ ജോസ് പാപ്പച്ചൻ
സിസ്റ്റർ ഷീജ അവരുടെ ആ കേസുമായി ബന്ധപ്പെട്ട് ദൈവം അവരെ അത്ഭുതമായി സഹായിക്കട്ടെ. ഷീജയ്ക്ക് ബെയിൽ ലഭിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടല്ലോ. അത് എത്രയും പെട്ടെന്ന് പാസ്റ്റർ ജോസ് പാപ്പച്ചനും പുറത്തിറങ്ങുവാൻ സാഹചര്യം ഒരുങ്ങട്ടെ. അതിനുവേണ്ടി പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ബ്രദർ ഷിബു തോമസും അദ്ദേഹത്തിൻ്റെ ടീമും, അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അവരുടെ കരങ്ങളെ ശക്തീകരിക്കട്ടെ. കൂടുതൽ ശക്തിയോടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാനും, പീഡിപ്പിക്കുന്നവരെ പീഡ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാനും, പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാനും ഒക്കെ ദൈവം വീണ്ടും നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി Okay, മച്ച്. sir. താങ്ക് യു.